ഹലോ ഗൈസ്, അങ്ങനെ ഈ മാസത്തെ ലീവും കഴിഞ്ഞ് കമ്പനി പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് സാധാരണ പോലെ ഡ്യൂട്ടി സ്റ്റാർട്ടായി. ഇവിടുത്തെ തണുപ്പൊക്കെ മാറിയിട്ട് മെല്ലെ മെല്ലെ ചൂട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇതാണ് മുസഫ 33 എന്ന് പറഞ്ഞ ഏരിയ. ഇവിടെ ഒരുപാട് ലേബർ ക്യാമ്പുകളുണ്ട്. ഇവിടെയാണ് ഞാൻ ഈ ഒരു ഷോപ്പ് കണ്ടത്, ഫുള്ള് കത്തിക്കരിഞ്ഞ് കിടക്കുന്നത്. എന്തായാലും നമ്മളൊരു സംഭവം തുടങ്ങാൻ വേണ്ടിയിട്ട് കുറേ വർഷങ്ങൾ അധ്വാനിച്ച് അതിൻ്റെ ഒപ്പം തന്നെ കുറേ സ്വപ്നങ്ങൾ കണ്ട് അവസാനം അത് സെറ്റാക്കി എടുത്ത് പെട്ടെന്നൊരു ദിവസം നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ അതിങ്ങനെ കത്തി ചാമ്പലേക്ക് കിടക്കുന്നത് കാണുമ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണല്ലേ. അങ്ങനത്തെ സമയം 5:30 കഴിഞ്ഞിട്ടുണ്ട്. മുസഫ ഈ ഭാഗങ്ങളിലൊക്കെ ട്രാഫിക് കൂടി വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എല്ലാവരും ജോലി കഴിഞ്ഞ് ഈ ക്യാമ്പിലുള്ള ആൾക്കാരൊക്കെ റിട്ടേൺ വരുന്ന സമയമാണ്. കുറേ നേരം ഇങ്ങനെ ടാക്സിക്ക് വെയിറ്റ് ആക്കി നിൽക്കുന്ന റൂമിൽ പോകാൻ എപ്പോഴാണ് പെട്ടെന്ന് കൂട്ടുകാരൻ വിളിക്കുന്നത്. അങ്ങനെ അവിടെ പോയി അവനെ കണ്ട് കൊച്ചിനെ സംസാരിച്ച് പിന്നെ ടാക്സി കിട്ടിയപ്പോഴേക്ക് ടാക്സി എടുത്ത് നേരെ റിട്ടേൺ റൂമിലേക്ക് പോന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ റോഡ് സൈഡിൽ കൂടെ അങ്ങനെ റൂമിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരാളെ കാണുന്നത്. ആളൊരു ബംഗ്ലാദേശിയാണ്. കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നാട്ടിൽ പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് കുറേ വിഷമം പറഞ്ഞ് ആളെ കണ്ട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു. ശരിക്കും നമ്മളൊന്നും പഴയകാല പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ കണ്ടിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളും കാര്യങ്ങളും. പക്ഷേ നമ്മുടെ സത്യം പറഞ്ഞാൽ അവരൊക്കെയല്ല നമ്മുടെ ലൈഫിൽ കാണുന്ന റിയൽ ഹീറോസ്. അങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ച് മെല്ലെ നടന്നതേ റൂമിലെത്തി. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.